ഞാൻ ഇന്ന് എന്റെ എല്ലാ പഴയ കാറിന്റെയും പ്രദർശനം നടത്തുകയാണ്. പ്രദർശനത്തിന്റെ സംഘാടകർ ഡോക്ടർ ജഡ്കെയും ഘസീറ്ററാമും ആണ്. ഞാൻ കേട്ടിരുന്നു ഘസീറ്ററാമിന് പഴയ കാറിന്റെ പ്രദർശനത്തിൽ 20 കൊല്ലം അനുഭവം ഉണ്ടെന്ന്. ഈ കാറുകൾ വളരെ വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി മോട്ടു പത്ലുവിനെ നിയമിച്ചിട്ടുണ്ട്. ഡോക്ടർ ജഡ്ക പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. ഞാനാണ് ജോർജ്. ഈ ജോർഡായിരിക്കും ഡോട്ട്. ഈ കാർ ഇനി എന്റേതാണ്. പറ, എന്നോട് പൈസ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് ഈ കാറും എടുത്തോണ്ട് വേഗം വാ. എന്റെ രോഗികളാണ് സത്യം. ഇതിനാ പറയുന്നത് തല മുട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്തൊന്ന്. ഓ, അതെന്റെ ഏറ്റവും വിലപിടിപ്പുള്ളതും പഴയ കാറുമാണ്. അതിന്റെ വില 5 കോടി മേലെയാണ്. പെട്ടെന്ന് പോയി പിടിക്കടാ. അവിടെ നിൽക്ക്. Stop in the name of law. ഭാരത മാതാവാണ് സത്യം. ഇന്ത്യ നിയമമാണ് സത്യം. എന്റെ അമ്മ. മോട്ടു സ്പീഡിൽ പോ. ഇനി സ്പീഡിൽ പോ. അവൻ രക്ഷപ്പെടാൻ പാടില്ല. എന്റെ മോട്ടോ, നീ എന്താ ഈ പാമ്പ് പോകുന്നത് പോലെ പോകുന്നേ? നേരെ ഓടിക്കേ. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്റെ അമ്മോ, നിക്ക്. മോട്ടു, നീ എന്തായി കാണിക്കുന്നത്? ഇതൊക്കെ നീ ജോണിനെതിരല്ലേ ചെയ്യേണ്ടത്. എന്തിനാ എന്നെങ്ങനെ ഓടിപ്പിക്കുന്നത്? വേണ്ട. മമ്മി, ഞാനും കണ്ടേ. കാറിന്റെ പുറകിൽ മനുഷ്യന്മാരുടെ ചങ്ങലയോ? ഇത് ഡോണിന്റെ ചേസാണ്, അല്ലാതെ കുള്ളേര് കളിയല്ല. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കൊള്ളാം. കവിത കൊണ്ടായവനെ കവിതയുടെ കാര്യമൊക്കെ വിട്ട് നേരെ നോക്കി വണ്ടി ഓടിക്കടാ. എന്റെ അച്ഛന്മാർ അമ്മച്ചി എന്റെ തല ഇപ്പൊ പോയേര്. പൊളിക്കാത്തല്ലോ മമ്മി. എന്റെ അമ്മോ. മോട്ടോ, കാറ് നിർത്ത്. കാറ് നിർത്ത്. ഇത്രയും നേരം നിർത്തി നിലവിളിച്ചിട്ട് ഇപ്പൊ ഒരുത്തരെയും കാണുന്നില്ലല്ലോ. നിയമമാണ് സത്യം. ഭാരതമാതാവാണ് സത്യം. കാറ് നിർത്ത്. ഇത് ഡോക്ടർ ജഡ്കയുടെയും പത്ലയുടെയും ഘസീറ്റയുടെയും ശബ്ദമാണല്ലോ. പക്ഷെ അവരെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഹലോ, നമസ്കാരം. ഹൗ ആർ യു? നമസ്കാരം, നമസ്കാരം. ഫൈൻ, ഫൈൻ, താങ്ക് യു. എടാ, വെറുതെ നമസ്ത പറഞ്ഞോണ്ടിരിക്കാതെ കാറ് വലിച്ചു വിടറാ, സ്പീഡിൽ വിടറാ. മോട്ട് നമ്മുടെ ശത്രുവാ, അവനോട് കൂട്ടിലൊന്നും പോവണ്ട. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. എടാ, കവിത കൊണ്ടായവനെ കവിതയുടെ കാര്യം വിട്ടിട്ട്
തല്ലുകൊള്ളാൻ റെഡി ആയിക്കോ. ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. എംപോസിബിൾ. സ്റ്റോപ്പ്. എന്റെ അമ്മോ, റൺ. ഐ സേ റൺ. എന്റെ അമ്മോ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ബമ്മി, മതി, ഇന്ന് ഒരുപാട് വഴക്കിട്ടു. ഇനിയും എനിക്കിനി ഇടിക്കാൻ വയ്യ. വളരെ നല്ല കാര്യം ബോട്ടു, നീ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. ഇനിയിപ്പോ എന്താ നമ്മുടെ അടുത്ത പരിപാടി? ആകാശത്ത് പോയാലും ഭൂമിയിൽ വന്നാലും നീ ഒന്നും എന്നെ വിടില്ലല്ലടാ. എന്റെ അമ്മോ, ഇതെന്ത് കുന്ത്രാണായി വരുന്നത്? എന്തായാലും ശരി, ഓടിക്കോ ചിങ്കം, ഓടിക്കോ. സ്റ്റോപ്പ്. ഇത് കണ്ടോ, ഞാൻ ഈ കാർ ജോണിന്റെ അടുത്തുനിന്ന് പിടിച്ചെടുത്തു. വരൂ, നമുക്ക് തിരിച്ചു പോവാം. പക്ഷെ അവൻ മറ്റേ കാറ് കൊണ്ടുപോയില്ലേ? വാ, പുറകെ പോ. ബോസ്, ഇറങ്ങിയിട്ട് തള്ളണമെന്നാ തോന്നുന്നേ. വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. നിനക്കൊന്ന് നാണമില്ലേടേ? ഈ പഴഞ്ചൻ കാറിന്റെ പുറകെ ഇങ്ങനെ കിടന്നോടാൻ. വല്ല നല്ല കാറുമായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പൊ ഇതാണ് കാര്യം. അപ്പൊ നമുക്ക് നോക്കാം, നീ സത്യം പറയുവാണോ അല്ല കള്ളം പറയുവാണോ? വരൂ കൂട്ടുകാരെ. വേണ്ട. ആഞ്ഞ് തള്ള്. വിട്ടോടാ. താങ്ക് യു, ടാറ്റാ, ബൈ ബൈ, സീ യു. മോട്ടു, അവൻ നമ്മളെ മണ്ടന്മാരാക്കി പോയി. ഇതിന് സ്ഥലം കുറവാണ്. സ്വന്തക്കാരിലേക്ക് പോവാൻ. ഹാപ്പി ലാൻഡിംഗ്. ടാറ്റാ, ബൈ ബൈ, സീ യു. ഈ വഴിക്ക് പോവാ.
ഇനി എങ്ങനെ നിങ്ങൾ എന്നെ പിടിക്കും അതുകൂടി പറയാ. കൂട്ടുകാർക്കെല്ലാം നമസ്കാരം, ശത്രുക്കൾക്കെല്ലാം ബൈ ബൈ. ഇതാ സാറേ നിങ്ങൾ അന്വേഷിക്കുന്ന കുറ്റവാളി. ജയിലിൽ പിടിച്ചിടൂ സാറേ ഇവനെ. ജയിലിടേണ്ടത് ഇവനെയാണ്. എന്റെ ശത്രു ഇവനാണ്. ഇവൻ എന്റെ കോടിക്കണക്കിന് വരെയുള്ള കാറുകളൊക്കെ പൊളിച്ചടുക്കിയിട്ടേക്കുന്ന കണ്ടില്ലേ? ഇവനെ പിടിച്ച് ജയിലിട്. ഞാൻ ഇവനെ വെറുതെ വിടില്ല.